ഹിജാബിന്റെ വിഷയത്തിൽ ഏറ്റവും കർശനമായത് ഏകദേശം അവസാനം ഇറങ്ങിയതുമായ ആയത്താണിത്. ശ്രദ്ധിക്കണം. സൂറത്തുൻ നൂറിന്റെ 31-ാമത്തെ വചനം ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധിക്കണം സഹോദരിമാർ, വളരെ ശ്രദ്ധിക്കണം. പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഹിജാബില്ലേ ഉണ്ട്. അത് നമുക്കിത് കഴിഞ്ഞിട്ട് പറയാം. നമുക്ക് പറയാം. പെണ്ണുങ്ങളാണല്ലോ ഈ വിഷയത്തിൽ വളരെ പ്രശ്നം. പെണ്ണുങ്ങളാണല്ലോ ഹബായിലു ശർരി നിസ്വാനുൻ വകം ഹലകു മിൻ സാലിഹിൻ നാസിഹിൻ മിൻഹുന്ന ബിൽ ഖുർബി. സാലിഹീങ്ങളിൽ എത്ര ആളുകളാണ് പെണ്ണുകൊണ്ട് തകർന്നു പോയിട്ടുള്ളത്. നല്ല സംഘം സ്വാലിഹീങ്ങൾ തകർന്നത് പെണ്ണിനെ കൊണ്ടാണ്. നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾക്കറിയില്ലേ ബൽആം ഇബ്നു ബഊറ ലഅനത്തുല്ലാഹി അലൈഹി വലിയാണ്. വസ്ലു അലൈഹിം നബഅ അല്ലദീ ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ ഫഅസ്ബഅഹു അശ്ശൈത്വാനു ഫകാന മിനൽ ഗാവിൻ വലൗ ശിഅനാ ലറഫഅനാഹു ബിഹാ ولكنه أخلد إلى الأرض واتبع هواه فمثله كمثل الكلب. അയാൾ നാശകാരൻ. കാരണം ബൽആം ലഅനത്തുല്ലാഹി അലൈഹി എല്ലാ വിവരവും പഠിച്ച ആളായിരുന്നു. മൂസ നബിക്കെതിരെ പ്രാർത്ഥിക്കാൻ ബനു ഇസ്രായേലികൾ മൂസ നബിക്കെതിരെ പ്രാർത്ഥിക്കാൻ ബൽആം ലഅനത്തുല്ലാഹി അലൈഹിനോട് വന്നിട്ട് പറഞ്ഞു. വലിയ പണ്ഡിതനായിരുന്നു. വകാന ഇൻദഹു മഅരിഫത്തുൻ അൻ ഇസ്മിൽ ആലമി. ഇസ്മുൽ ആലം വരെ ആ മനുഷ്യന് വിവരം ഉണ്ടായിരുന്നു എന്ന് തഫ്സീറിൽ കാണുന്നുണ്ട്. വലിയ ഇസ്മുൽ ആലം എന്നാൽ എന്താ? ആ വാക്ക് പറഞ്ഞ അള്ളാഹിനോട് ഒരാൾ എന്ത് ചോദിച്ചാലും അള്ളാഹു ഉടനെ കൊടുക്കും. അത്രയും വലിയ ഗൗരവമുള്ളതാണ് ഇസ്മുൽ ആലം. വകാന ഇൻദഹു. ശ്രദ്ധിക്കണം സഹോദരിമാര്, പെണ്ണുങ്ങൾ വളരെ ചിന്തിക്കണം. പെണ്ണുങ്ങളിൽ ഏകദേശം 75% സ്വർഗം ലഭിക്കാനുള്ള ചാൻസ് കുറവാണ്. നല്ല നടപ്പ് നടക്കുമെന്ന് വിചാരിക്കുന്നവരെ പറ്റി ഞാൻ പറഞ്ഞത്, മോശപ്പെട്ടവരെ പറ്റി വർത്താനം തന്നെയില്ല. നല്ല നടപ്പ് നടക്കുമെന്ന് വിചാരിക്കുന്നതിൽ തന്നെ 75%ന്റെ കാര്യം ഗൗരവമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശ്രദ്ധിക്കുക. നല്ല നടപ്പ് നടക്കണമെന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ നോമ്പോൽക്കുക എന്നാൽ തന്നെ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കാത്തതിന്റെ പേരിൽ തന്നെയാണ്. ഞങ്ങളെ കർശനാക്കി പറയാണ്. ബഹുമാനിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ചിട്ട് നമ്മൾക്ക് പിരിഞ്ഞാല് അത് നമുക്ക് ലാസ്റ്റ് ബഹുമാനിക്കാം. നമ്മളെ അവസാനത്തെ പരിപാടിൻ്റെ അന്ന് പറഞ്ഞൊക്കെ പൊരുത്തപ്പെടാന്ന് നമുക്ക് ലാസ്റ്റ് പറയാം. ഇതിപ്പോൾ ഏതായാലും പൊരുത്തപ്പെടേണ്ട. തൽക്കാലം 2 ദിവസം ആരും പൊരുത്തപ്പെടേണ്ട. പിന്നൊക്കെ സൗകര്യത്തിൽ പൊരുത്തപ്പെടണം. ഇന്നും നാളെ ഏതായാലും പൊരുത്തപ്പെടേണ്ട. ശ്രദ്ധിക്കണം. പെണ്ണുങ്ങൾ ആലോചിക്കണം. ബൽആം ലഅനത്തുല്ലാഹി അലൈഹി മൂസ നബിക്കെതിരെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരു നബിക്കെതിരെ ഞാൻ ദ്വാരക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവര് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് രാജാവിന്റെ ഹസനത്തായ സുന്ദരിയായ രാജാവിന്റെ പെൺകുട്ടിയെ ദാനം ചെയ്തു. ആ പെണ്ണിന്റെ ചൊറുക്കാണ് കണ്ടപ്പോ അങ്ങോട്ട് മറന്നുപോയി ബൽആം. അങ്ങനെ മൂസ നബിക്കെതിരെ പ്രാർത്ഥിച്ചു ബൽആം ലഅനത്തുല്ലാഹി അലൈഹി. വലിയ മൂല്യര്, വലിയ വിവരമുള്ള ആൾ, ഇതിന്റെ അപ്പുറം ഒരാൾ ഉണ്ടാവില്ല. ആ ജാതി. അല്ലാഹ് പറഞ്ഞു ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. ഏതോ കോളേജ് പറഞ്ഞതല്ല. കോളേജ് ഒരു പക്ഷേ പഠിപ്പിക്കാൻ ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അതല്ല പറഞ്ഞത്. പഠിക്കാത്ത ആളുകൾക്കും കോളേജ് സർട്ടിഫിക്കറ്റ് കിട്ടാം. അതിനൊക്കെ സർക്കാരിലും അല്ലാതെയും വകുപ്പുകളുണ്ട്. ഇതങ്ങനെയല്ല. വസ്ലു അലൈഹിം നബഅ അല്ലദീ ആതൈനാഹു ആയാതിനാ. ഞാൻ നേരിട്ട് പഠിപ്പിച്ചു കൊടുത്ത ആളായിരുന്നു ബൽആം. എന്നിട്ട് പറഞ്ഞത് ഫമസലുഹു കമസലിൽ കൽബി. അവൻ നായാണ് എന്നാ പറഞ്ഞു. നായാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നായാണ് എന്ന് പറഞ്ഞാൽ നായനേക്കാൾ മോശമാണ് എന്നർത്ഥം. കാരണം ഒരു വസ്തുവിനെ എപ്പോഴും അതിന്റെ മുകളിലുള്ളതിലേക്ക് ഉപമിക്കും. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. നായെ പോലെയാണ് എന്നാ പറഞ്ഞത്. ഒരു വസ്തുവിനെ ഉപമിക്കൽ അതിന്റെ മുകളിലുള്ളതിനാ. ഏതൊരു വസ്തുവിനെ എന്തിനോട് ഉപമിക്കപ്പെട്ടോ ആ ഉപമിക്കപ്പെട്ട വസ്തുവിന്റെ താഴെയായിരിക്കും ഉപമിച്ചിട്ടുള്ള വസ്തു. അങ്ങനെയാണ് ഏത് വസ്തു അങ്ങനെയാണ്. ഈ പോത്ത് ആനെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മേലെ ഒന്നും അറിഞ്ഞല്ലേ മനുഷ്യന്മാരെ. ഈ പോത്ത് ആനെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മുകളിൽ പോത്താവോ? പോത്താണെങ്കിൽ ഇങ്ങനെയല്ലേ പറയേണ്ടത്. ഈ ആന പോത്തിനെ പോലെ ഉണ്ട് തിരിച്ചല്ലേ പറയേണ്ടത്. ഈ പോത്ത് ആനയെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മുകളിൽ ആനയാണ്.
നായെ പോലെയാണ് ബൽആം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നായേക്കാൾ മോശാണ്. അങ്ങനെയാണ്. അതിന്റെ താഴെയാണ് ദർജ ബൽആം ലഅനത്തുല്ലാഹി അലൈഹി. ഉറക്കട് പറയും ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹു തആല അത്തരം തിന്മകളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്തേ പറ്റിയത്? സുന്ദരിയായ രാജാവിന്റെ പെണ്ണിന്റെ സൗന്ദര്യത്തിൽ മതിമറന്നു ബൽആം എന്ന പണ്ഡിതൻ ലഅനത്തുല്ലാഹി അലൈഹി. അതാണ് ഹബായിലു ശർരി നിസ്വാനുൻ വകം ഹലകു മിൻ സ്വാലിഹിൻ നാസിഹിൻ മിൻഹുന്ന ബിൽ ഖുർബി. ഒരു ഹദീസ് കൂടി പറയാ, അത് പിന്നെ ഞാൻ ഇടക്കിടക്ക് ഒരിക്കൽ ഇനിയും പറയും ചെയ്യും. ഖുംതു അലാ ബാബി ജഹന്നം, അതെന്നും നാളെ ഞാൻ ഇടക്കിടക്ക് പറയും. എന്നും ഞാൻ നിങ്ങളിൽ നിന്ന് തൽക്കാലം അഡ്വാൻസ് സമ്മതം വാങ്ങാണ്. ഖുംതു അലാ ബാബി ജഹന്നം. സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. മുസ്ലിമിൽ 2-3 പേജ് നിറയെ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ നബി പറഞ്ഞു, ഖുംതു അലാ ബാബി ജഹന്നം, നരകത്തിന്റെ വാതിലിൽ വെച്ച് ഞാൻ ഉള്ളിലേക്ക് നോക്കി. ഫറഅയ്തു അമ്മത മൻ ദഖലഹൻ നിസാ, കൂടുതലും അങ്ങോട്ട് കയറിപ്പോകുന്നത് കണ്ടത് പെണ്ണുങ്ങളെയാണെന്ന് ഹബീബായ നബി. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. നരകത്തിന്റെ വാതിലിൽ വെച്ച് ഞാൻ ഉള്ളിലേക്ക് നോക്കി. നരകത്തിൽ കൂടുതൽ പ്രവേശിച്ചതും പെണ്ണുങ്ങളാണെന്ന് മുഹമ്മദ് നബി. പെണ്ണുങ്ങൾ വളരെ ചിന്തിക്കണം. എവിടെയാണ് നരകത്തിന്റെ വഴിയെന്ന് ചിന്തിക്കണം. ഏത് വഴിയിലാണ് പെണ്ണിന് നരകം വന്നത് പെണ്ണ് ആലോചിക്കണം. അത് പെണ്ണ് കർശനമായി ചിന്തിക്കണം. അവിടെയാണ് പെണ്ണിന്റെ ദീൻ എന്ന് പറയുന്നത്. കുറെ ദിക്ർ ചെല്ലലല്ല, കുറെ ഖൈറാത്ത് പെരുപ്പിക്കുകയല്ല വേണ്ടത്. ഖൈറാത്തൊക്കെ സുന്നത്താണ്. സുന്നത്തിനേക്കാൾ പ്രധാനം ഹറാമിനെ സൂക്ഷിക്കലാണ്. സുന്നത്തിനൊക്കെ 2ാം നമ്പർ സ്ഥാനമാണ്. സുന്നത്ത് നല്ലതാണ്. ഹറാമിനെ സൂക്ഷിച്ചിട്ട് സുന്നത്തിയാണെങ്കിൽ നല്ല കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ ഒരാൾ കുറെ ഖൈറാത്തിനെ പെരുപ്പിച്ചു. പക്ഷേ അത് ഏതുപോലെയാന്ന് വെച്ചാൽ ഈ ഏതുപോലെയാണ്, ബാക്ക് സീറ്റ് പൊളിഞ്ഞ പാത്രത്തിൽ വെള്ളം മുക്കും പോലെയാണ്. ഒരാൾ ബാക്ക് സീറ്റ് പൊളിഞ്ഞ പാത്രത്തിൽ വെള്ളം മുക്കിയെടുക്കുമ്പോൾ അത്യാവശ്യമൊക്കെ കനുണ്ടാവും. കണ്ടിട്ട് ഈ പെണ്ണുങ്ങളൊക്കെ ഈ അരിക്കണ ഒരു സൈസ് സാധനം ഉണ്ട്. എന്താ അതിന് പറയാ? ഒന്നും സഹകരിക്കും മനുഷ്യന്മാരെ. എന്താ പറയാ? ഈ അരിപ്പയിലിട്ടിട്ട് ഇങ്ങനെ ഇല്ലേ, അരിപ്പുണ്ട്. ഒരാൾ വെള്ളം മുക്കിയാലോ കയ്യിലെത്തുന്നതിന് മുമ്പ് വെള്ളം തീരും. പുഴക്കുമ്പോ വെള്ളത്തിൽ നിന്ന് പുഴക്കെടുക്കുമ്പോൾ കുറച്ചുണ്ടാവും, പിന്നത്തില്ല. എന്നതുപോലെ ഹറാം ചെയ്യുന്ന ആളുകൾ ഖൈറാത്തിനെ പെരുപ്പിച്ചാൽ അതതിന്റെ ബാക്ക് സീറ്റ് പൊളിഞ്ഞ സഞ്ചിയാകുന്നു. അള്ളാന്റെ അടുത്ത് തന്നെ തുറന്നു നോക്കുമ്പോ സാധനം ഉണ്ടാവില്ല. ഇത് ഗൗരവമുള്ള വിഷയം. അതുകൊണ്ട് ഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന. വളരെ ചിന്തിക്കണം. വിശുദ്ധ ഖുർആനി ആയത്ത് പറഞ്ഞുകൊണ്ട് ഖുല്ലിൽ മുഅ്മിനാതി, മുഅ്മിനീങ്ങളായ മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോട് നബിയെ തങ്ങൾ കൽപ്പിക്കണം. ഇത് കർശനമായ നിയമമാണ്. ഖുർആനിൽ വളരെ കുറഞ്ഞ ആയത്തിൽ മാത്രമേ ഖുല്ല് പറഞ്ഞിട്ടുള്ളൂ. ഔറത്തിനെ സൂക്ഷിക്കുന്ന വിഷയത്തിൽ ഇത് ഖുല്ല് പറഞ്ഞിരിക്കുന്നു. വളരെ കുറഞ്ഞ ആയത്തിന്റെ തുടക്കത്തിലാണ് ഖുൽ 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 എന്നുള്ളത്. ഗൗരവമുള്ള സംബോധനയിലാണ് ഖുൽ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ എന്തുകൊണ്ടത് തൗഹീദാണ്. നിങ്ങൾ അതേപോലെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ പറയാണ്. ഒന്ന് പൈശാചിക പ്രവണതകളെ എതിർക്കുകയാണ്, ഒന്ന് തൗഹീദിന്റെ ജാമിഉം മാനിയും എന്തൊക്കെ അതിൽ ഉൾപ്പെടണം, എന്തൊക്കെ ഒഴിവായി പോകണം എന്ന് പറയുകയാണ്. വളരെ കുറഞ്ഞ പിന്നെ അവിടെയൊന്നും, പിന്നെ അമ്മ ജുസിൽ അവിടെയൊന്നും ഖുൽ കാണില്ല. ഗൗരവമുള്ള സ്ഥലങ്ങൾ മാത്രം. പിന്നെ ജിന്നിലുണ്ട്. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന്. കാരണം എല്ലാ കാലത്തും ഒരു ഭാഗം ആളുകൾ എതിർത്തിട്ടുള്ള കാര്യമാണ് ജിന്നിന്. അവിടെ ഖുല്ല് പറഞ്ഞു, അത് ഗൗരവമുള്ള വിഷയമാണ്. അങ്ങനെയാ വളരെ ഗൗരവമുള്ളവർത്തെ ഖുൽ ഖുൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന,
പെണ്ണുങ്ങളോട് നബിയെ പ്രബോധനം ചെയ്യണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ആയത്തിൽ പ്രബോധനം ചെയ്യണമെന്ന് നബിയോട് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ പ്രബോധനം ഹബീബായ നബി ഉമ്മത്തിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. എല്ലാ കാലത്തും പ്രബോധനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഔറത്തിനെ സൂക്ഷിക്കലാക്കണം. അത് എല്ലാ കാലത്തെ പ്രബോധകന്മാരുടെ കൂടി കടമയാണ്. ഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന. ശ്രദ്ധിക്കണേ, എൻ്റെ കൂടെ തന്നെ വരണേ. ഒന്നും കൂടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നും കൂടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ശ്രദ്ധിക്കണം. ഖുല്ലിൽ മുഅ്മിനാതി, മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോട് കൽപ്പിക്കുക നബിയെ, യഗ്ളുദ്ന, അവർ നിയന്ത്രിക്കട്ടെ, മിൻ അബ്സാരിഹിന്ന, അവരെ ദൃഷ്ടികളെ അവർ നിയന്ത്രിക്കേണ്ടതാവുന്നു. പിന്നീട് വിശദീകരിക്കും. പിന്നെ വയഹ്ഫദ്ന ഫുറൂജഹുന്ന, വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവരെ ഗുഹ്യസ്ഥാനങ്ങളെ അവർ കാക്കുകയും ചെയ്യട്ടെ. ഗുഹ്യസ്ഥാനത്തെ കാക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ മൊത്തം ഭാഗം ഇതിൽ ഉൾപ്പെടുമെന്ന് ഇബ്നു അബ്ബാസ്. ഗുഹ്യസ്ഥാനം സൂക്ഷിച്ചു എന്നാണ് ലോകത്തെ ഉന്നതനായ കുട്ടിയെ ലഭിച്ചിട്ടുള്ള കുട്ടിയുടെ ഉമ്മാന്റെ സിഫത്ത് പറഞ്ഞിട്ടുള്ളത്. വമറിയമ ബിനത ഇമ്രാൻ അല്ലതി അസ്വനത് ഫർജഹ വനഫഖ്നാ ഫീഹി മിർ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. അങ്ങനെ പറഞ്ഞത് മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹാ. എന്താ മറിയം ബീവിയുടെ മഹത്വം പറഞ്ഞത്? മറിയം ബീവി റളിയല്ലാഹു അൻഹാ ബഹുമാനപ്പെട്ട മഹദി അവിടുത്തെ ഗുഹ്യസ്ഥാനത്തെ സൂക്ഷിച്ചത് കൊണ്ടാണ് ലോകം കണ്ട പ്രതിപാദനായ സയ്യിദുനാ ഈസ, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം, ആദം നബിയുടെ ഉപമയുള്ള കുട്ടിയെ ലഭിച്ചു. ആർക്ക് 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 മറിയം ബീവി റളിയല്ലാഹു അൻഹാ. എന്തിന്? ഹബീബായ റസൂലുള്ളാഹിനെ ലഭിച്ചു ആമിന ബീവിക്ക്. ആരാ ആമിന ബീവി? അത്ഹരി ഫതാത്തിൻ ഫിൽ അറബി, അറബ് ലോകത്തെ ഏറ്റവും വലിയ പരിശുദ്ധയായ പെണ്ണായിരുന്നു. തന്റെ ആ കാലഘട്ടത്തിലെ ഏറ്റവും പരിശുദ്ധയായ പെണ്ണായിരുന്നു മറിയം ബീവി, ബഹുമാനപ്പെട്ട ആമിന ബീവി റളിയല്ലാഹു അൻഹാ. അപ്പൊ ഇവർക്കാണ് അല്ലാഹു തആല ഈ സൗഭാഗ്യം നൽകിയിട്ടുള്ളത്. പെണ്ണുങ്ങൾ വളരെ ചിന്തിക്കണം. വയഹ്ഫദ്ന ഫുറൂജഹുന്ന, വയഹ്ഫദ്ന ഫുറൂജഹുന്ന, ഗുഹ്യസ്ഥാനത്തെ വളരെ ശ്രദ്ധിക്കണം, വളരെ ചിന്തിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇനി ഗുഹ്യസ്ഥാനത്തിന് ശ്രദ്ധിക്കേണ്ട ഭാഗം വിശദീകരിക്കുക. ഒരു ഭാഗമൊന്നല്ല. ഗുഹ്യസ്ഥാനം എന്ന് പറയുന്ന എല്ലാവരും ക്ഷമിച്ചിരിക്കണം കേട്ടോ. കുറച്ചു നേരം ക്ഷമിച്ചിരിക്കണേ, ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണേ. എല്ലാവരും ക്ഷമിച്ചിരിക്കണം. ഞാനിതൊരു സദസ്സാണ്, ഇൽമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഹയാ ഉണ്ടാവും. ലജ്ജ ഒന്നും ഇവിടെ നോക്കണ്ട. ലജ്ജ എന്ന് പറയുന്നത് തിന്മ ചെയ്യുന്നതിനെ തൊട്ട് മനുഷ്യനെ തടയുന്ന സിഫത്താണ് ലജ്ജ. അത് നന്മയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ തിന്മ ചെയ്യാതിരിക്കാൻ പഠിക്കാണ്. അപ്പം എല്ലാവരും നല്ലോണം ശരിക്ക് ശ്രദ്ധിക്കുക. ഈ പറയുന്നത് ഗുഹ്യസ്ഥാനം എന്ന് പറയുന്നത് ശരീരത്തിന്റെ മൊത്തം ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട അവയവമാകുന്നു. വായ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കണ അവയവം ഒന്നേ ഉള്ളൂ, ഒറ്റൊന്നേ ഉള്ളൂ. കേൾക്കണ അവയവം ഒന്നേ ഉള്ളൂ. കാണുന്ന അവയവം ഒന്നേ ഉള്ളൂ. നടക്കണ അവയവം ഒന്നേ ഉള്ളൂ. വാസനിക്കുന്ന അവയവം, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാനീ പറഞ്ഞത്? ഒന്നേ ഉള്ളൂ. ചിന്തിക്കുന്ന അവയവം ഒന്നേ ഉള്ളൂ. പിടിക്കുന്ന അവയവം ഒന്നേ ഉള്ളൂ. ഭക്ഷണം പാത്തു വെക്കുന്ന അവയവം ഒന്നേ ഉള്ളൂ. മനസ്സിലാവണില്ലേ? എന്നാൽ ലൈംഗിക അവയവം ശരീരം മൊത്തം. ശ്രദ്ധിക്കണം. ഇൻ്റെ ഒപ്പട് വരണം, തട്ടി ഇൻ്റെ ഒപ്പട് തരണം. ലൈംഗികാവയവത്തിന് ഒരു കേന്ദ്രവും മറ്റു പാർശ്വങ്ങളുമാകുന്നു. ഒരു കേന്ദ്രമാണ്. ലൈംഗികാവയവം ഒന്നൊന്നുമല്ല,
അതൊരു കേന്ദ്ര. ശരീരത്തിലെ ഏത് അവയവത്തിന്റെ ഭാഗങ്ങൾ കൊണ്ടും ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനമാണ് ലൈംഗികത. ലൈംഗിക പ്രവർത്തനം അങ്ങനെയാണ്. അങ്ങനെ എല്ലാവരും എനിക്ക് ലേശം നേരം സ്വാതന്ത്ര്യം തരണം കേട്ടോ. അങ്ങനെ ഇപ്പൊ കാലിന്റെ തള്ളവിരൽ എന്തിനാ തള്ളവിരല് നടക്കുമ്പോ തെന്നുന്നത് ഇന്ന് തെന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല ആസമിച്ച. നോക്കൂ, ബാക്ക് സീറ്റിലെ ഒരാൾ, ബാക്ക് സീറ്റിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് മുൻ സീറ്റിലെ ഒരു കാലിന് ഇങ്ങനെ തോണ്ടാവുന്നതാണ്. എന്തിനാ തോണ്ടിയത്? ഇതിനോ ലൈംഗിക ആസ്വാദനം ഉണ്ട്. ശ്രദ്ധിക്കുക. കുറച്ചു നേരം എനിക്ക് കൊണ്ട് വിട്ടുതരിക സ്ട്രെസ്. ലേശം നേരം ശ്രദ്ധിക്കണം. ചിരിക്കേണ്ട വിഷയമല്ല ഈ പറയുന്നത്. ഇത് ചിരിക്കേണ്ടതല്ല, ഇത് ഗൗരവമുള്ള വിഷയമാണ്. ശ്രദ്ധിക്കണം. ലൈംഗികാസ്വാദനമില്ലാത്ത ഒരു അവയവമില്ല. എല്ലാം വാസനിക്കുക ലൈംഗികാസ്വാദനാണ്. കാണുക ലൈംഗികാസ്വാദനമാകുന്നു, കേൾക്കൽ ലൈംഗികാസ്വാദനമാകുന്നു. ഒരു തിന്മ ഇങ്ങനെ കേട്ടു, പിടിക്കുക ലൈംഗികാസ്വാദനമാണല്ലോ. അതല്ലേ പൊല്ലാപ്പ്? നാം വിശദീകരിക്കണില്ല. പിടിക്കൽ ലൈംഗികാസ്വാദനമായി എന്നല്ലേ കേരളത്തിൽ നടന്ന ഒരു പൊല്ലാപ്പ്? നാം വിശദീകരിക്കണില്ല. ചിന്തിക്കുക. അപ്പൊ എല്ലാം ലൈംഗികാസ്വാദനം തന്നെയാണ്. ഇന്നല്ലാഹ കതബ അലാ ഇബ്നി ആദമ അല്ലാഹു മിനസ്സിനാ അദ്റകഹു ലാ മഹാല. പെണ്ണുങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഞാനത് വിശദീകരിക്കുന്നുണ്ട്. ലൈംഗികാവയവം എന്ന് പറയുന്നത് സൗഅത്തൈനി മാത്രമല്ല, അത് തനി തെറ്റാണ്, തനി വിഡ്ഢിത്തമാണ്. എല്ലാം ലൈംഗികാവയവങ്ങളാണ്. ശരീരത്തിലെ ഏത് ഭാഗവും ലൈംഗികാവയവങ്ങളാണ്. അതിനൊരു കേന്ദ്രം ഉണ്ട് എന്ന് പറയും. ഒരു ഉദാഹരണത്തിന് പറയാ, സ്വഹീഹുൽ ബുഖാരി ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസ്. ഇന്നല്ലാഹ കതബ അലാ ഇബ്നി ആദമ അല്ലാഹു മിനസ്സിനാ അദ്റകഹു ലാ മഹാല ഫസിനൽ ഐനി വസിനൽ ലിസാനി വസിനൽ ഉദ്നി വസിനൽ യദി വസിനൽ റിജ്ലി വസിനൽ നഫ്സി والفرج يصدقه او يكذبه صحيح البخاري. ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ലൈംഗിക പ്രവർത്തനമുണ്ട്, വ്യഭിചാരമുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സിനല്ലൈനി കണ്ണിന് വ്യഭിചാരമുണ്ട്. വ്യഭിചാരം തന്നെ പറഞ്ഞു. വ്യഭിചാരം എന്ന പ്രവർത്തനം സത്യത്തിൽ ലൈംഗികാവയവമാകുന്ന ഗുഹ്യസ്ഥാനം കൊണ്ട് ചെയ്യേണ്ടതാണ്. ആ പ്രവർത്തനമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സിനല്ലൈനി കണ്ണിലേക്ക് ചേർക്കുന്നത്. കണ്ണ് വ്യഭിചരിച്ചു എന്നാണ്. അഥവാ കണ്ണുകൊണ്ട് ഗുഹ്യസ്ഥാനം ആസ്വദിച്ചു. ഗുഹ്യസ്ഥാനത്തിന്റെ കാരിയറാണ് കണ്ണ്. പിന്നെ വസിനൽ ഉദ്നി സ്വഹീഹുൽ ബുഖാരി, ചെവിക്കും വ്യഭിചാരം തന്നെ പറഞ്ഞു. വ്യഭിചാരം ഹറാമെന്നല്ല, വ്യഭിചാരം. അപ്പൊ ഗുഹ്യസ്ഥാനത്തിന്റെ കാരിയറാണ്. വസിനൽ ലിസാനി, നാവിന് വ്യഭിചാരമുണ്ട്. പിന്നെയോ വസിനൽ യദി, കയ്യിന് വ്യഭിചാരമുണ്ട്. വസിനൽ റിജ്ലി, കാലിന് വ്യഭിചാരമുണ്ട്. വസിനൻ നഫ്സി, ആത്മാവിന് വ്യഭിചാരമുണ്ട്. ഇവയൊക്കെ വ്യഭിചരിച്ചുകൊണ്ടേ നടക്കും. വൽ ഫർജ് യുസദ്ദിഖു ഔ യുകദ്ദിബു, ഗുഹ്യസ്ഥാനം എന്ന കേന്ദ്രം ചിലപ്പോൾ വ്യഭിചരിക്കും, അല്ലെങ്കിൽ വ്യഭിചരിക്കില്ല. എന്നാലും ഇവയൊക്കെ വ്യഭിചരിക്കും. ഇവയെ മേയാൻ വിട്ടാൽ അതിന് വ്യഭിചാരമില്ലാത്തൊരു പണിയേ ഉണ്ടാവില്ല എന്ന് ഹബീബായ നബി. ഗുഹ്യസ്ഥാനത്തിന് ഈ വിഷയത്തിന് ഒഴിവുണ്ടാവണം, അതിന് സൗകര്യം ഉണ്ടാവണം. എന്നാൽ ഈ അവയവങ്ങൾക്ക് മുഴുവനും എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് ദീനായതുകൊണ്ടും ഇന്നത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി പറയാൻ മലയാളത്തിൽ ഇസ്ലാമിക സംസ്കൃതി ബാക്കിയുണ്ടാവുകയില്ല എന്നതുകൊണ്ടുമാണ് ഞാനിത് പറയുന്നത്. ഇനിയും ഇതൊന്നും പാത്തു വെക്കരുത്. ഇത് ഗൗരവമുള്ള വിഷയമാണ്. എല്ലാവരും ഇരുന്നിട്ട് ഇത് കേൾക്കണം. ഇത് വളരെ ചിന്തിക്കണം. അതുകൊണ്ട് ഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവരെ തടി മുഴുവനും അവര് സൂക്ഷിക്കേണ്ടതാവുന്നു എന്നാണ് ആയതിനർത്ഥം. മനസ്സിലായില്ല? ഗുഹ്യസ്ഥാനം എന്നുമല്ല, ഗുഹ്യസ്ഥാനങ്ങളെ. അപ്പൊ ഓരോരുത്തർക്കും തന്നെ അതിനുള്ള അവയവങ്ങൾ, ഓരോരുത്തരും അതിനോട് ബന്ധപ്പെട്ട അവയവങ്ങൾ ധാരാളം വേറെയുണ്ട്. ഒരാളുടെ തന്നെ വിവിധങ്ങളായ അവയവങ്ങൾ, അതൊക്കെ സൂക്ഷിക്കണം. എല്ലാം സൂക്ഷിക്കണം, എല്ലാം. പിന്നെ വളരെ ചിന്തിക്കണം സഹോദരിമാർ, വളരെ ചിന്തിക്കണം.
വയഹ്ഫദ്ന ഫുറൂജഹുന്ന, ശ്രദ്ധിക്കുക, വലാ യുബ്ദീന. എന്തൊക്കെ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് വരും അധ്യായങ്ങളിൽ പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരെ തൊട്ടൊക്കെ സൂക്ഷിക്കുക, ആരൊഴികെ ആരെ തൊട്ട് സൂക്ഷിക്കുക, അതാണ് ഇനി ഈ ആയത്തിനാണ് അർത്ഥം വെക്കുന്നത്. നമുക്ക് വാക്കി വിശദീകരിക്കാം. വലാ യുബ്ദീന സീനതഹുന്ന, അവർ അവരുടെ ഭംഗിയെ പ്രത്യക്ഷമാക്കരുത്. പെണ്ണ് എന്ന് പറഞ്ഞാൽ തന്നെ ഭംഗിയാവുന്നു. പെണ്ണെന്ന് പറഞ്ഞാൽ വലിയ ഭംഗിയാ, വലിയൊരു പ്രത്യേകമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിക്ക് നൽകിയ ഭംഗിയാ. സ്ത്രീ അലങ്കാരാണ് സ്ത്രീ എന്ന് പറയുന്നത്. അല്ലാഹു തആല എല്ലാവരുടെയും ഭംഗി നിലനിർത്തുമാറാകട്ടെ. നന്മയാണ്, അല്ലാഹു നൽകിയ നന്മയാണത്. വലിയൊരു സംഗതിയാണ്. കല്യാണം കഴിക്കാൻ പറഞ്ഞോടത്ത് തന്നെ പറഞ്ഞത് ഭാര്യയെ കാണുമ്പോ മനസ്സമാധാനം ഉണ്ടാവുമെന്നല്ലേ. ഭാര്യയെ കാണുമ്പോ മനസ്സമാധാനം ഉണ്ടാവും. അവളെ സൗന്ദര്യം കണ്ട വലിയ ടെൻഷൻ അടിച്ച് വരികയാണ്, ഭാര്യനെ പോയി കണ്ടു എന്നാ നല്ല സമാധാനം. അങ്ങനെ പെണ്ണിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ മനസ്സമാധാനം ഉണ്ടാവും. പെണ്ണിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ മനസ്സമാധാനം ഉണ്ടാവും. പെണ്ണിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ മനസ്സമാധാനം ഉണ്ടാവും. അപ്പൊ സൗന്ദര്യം മനസ്സമാധാനം ഉണ്ടാക്കുന്ന കാര്യമാണ്. വലിയ മനസ്സമാധാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സൗന്ദര്യം. അപ്പൊ ചിന്തിക്കണം. വലാ യുബ്ദീന സീനതഹുന്ന, അവർ അവരുടെ സൗന്ദര്യം വെളിവാക്കരുത്. ശ്രദ്ധിക്കണേ 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 ശ്രദ്ധിക്കണേ. പെണ്ണുങ്ങൾ അവരെ സൗന്ദര്യം വെളിവാക്കരുത്. വലാ യുബ്ദീന, പെണ്ണുങ്ങൾ വെളിവാക്കരുത് സീനതഹുന്ന, അവരുടെ സൗന്ദര്യത്തെ. ഇല്ലാ മാ ലഹറ മിൻഹാ, സ്വയം വെളിവാകുന്നതല്ലാതെ. ശ്രദ്ധിക്കണം, അവർ വെളിവാക്കുന്നതല്ലാതെ നല്ല അർത്ഥം. അവർ വെളിവാക്കുന്നതിനല്ല, അവർ വെളിവാക്കാൻ പാടില്ല. ശ്രദ്ധിക്കണം കേട്ടോ. ഈ ആയത്തിൽ ഒരുപാട് ആളുകൾ ഇന്നാലിന്ന അവയവങ്ങളൊക്കെ വെളിവാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഭീമമായ അബദ്ധമാവുന്നു. പെണ്ണ് ഒരു അവയവം വെളിവാക്കാൻ പാടില്ല. എന്നാൽ ഇല്ലാ മാ ലഹറ മിന്ന, ഇല്ലാ മാ ലഹറ, ഇല്ലാ മാ തുൽഹിറു അല്ല, അവൾ വെളിവാക്കല്ല. ഇല്ലാ മാ ലഹറ, ഇല്ലാ മാ ലഹറ. മനസ്സിലാവില്ലേ? സ്വയം അങ്ങോട്ട് വെളിവാകും. ചില വെളിവാകുമല്ലോ. ഉദാഹരണം ഏതുപോലെ, ഒരാൾ എത്ര നല്ല, ഒരാൾ എത്ര ഭംഗി പ്രത്യക്ഷമാവാതെ നല്ലൊരു വസ്ത്രം ധരിച്ചാലും ആ വസ്ത്രം ധരിച്ചു എന്നുള്ളൊരു ഭംഗിയിരിക്കും. അതാണ് വളരെ ചിന്തിക്കണം. ഇല്ല മാലാറമിന്നാന്ന് പറഞ്ഞിട്ടില്ലേ, ഇല്ല മാലാറമിന്നാന്ന് പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ട് മുഖം ഒഴിവാക്കാ, കൈ ഒഴിവാക്കാനൊക്കെ അർത്ഥല്ലേ എന്ന് ഭീമമായ തെറ്റാവുന്നു. ലോക പണ്ഡിതന്മാരതിന് എതിരാകുന്നു. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പ്രാമാണികരും ആധുനികരും പൗരാണികരുമായ എല്ലാ പണ്ഡിതന്മാരിലും ഉന്നത ശ്രേഷ്ഠന്മാർ പറഞ്ഞത് ഇത് ഫൗഖ സിയാബ് മാത്രമാണ്. ഇത് വസ്ത്രത്തിന്റെ പുറത്തുള്ള ഭംഗിയാ പറഞ്ഞത്, അല്ലാതെ മുഖം മുൻകയ്യും എന്നല്ല. മുഖം മുൻകയ്യും എന്ന് ഈ ആയത്തിന് ചില ആളുകൾ നമ്മളെ നാട്ടിൽ അർത്ഥം പറയുന്നത് അത് ഭീമമായ തെറ്റാണ്. സഊദി ഔഖാഫിന്റെ പോലും ഫത്വ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല, നാളെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് വലാ യുബ്ദീന സീനതഹുന്ന, പെണ്ണ് ഒരിക്കലും അവളുടെ ഒരു മുടി പോലും, ഒരു മുടി എന്തിന് ഇമാം നവവി ഇലാഹിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ലൗ ലഹറത് ശഅറത്തും മിൻ ശഅരാത് ശഅറാതിയാ വത്വാഫത് ബിൽ ബൈതി വറജഅത് ബിഗൈരി ഹജ്ജിൻ. മനസ്സിലായില്ല? ഒരു പെണ്ണ് ഒരു മുടി ലൗ ലഹറത് ശഅറത്തും മിൻ ശഅറാതിയാ, ഒരു പെണ്ണിന്റെ മുടികളെ കൂട്ടത്തിൽ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? നിങ്ങളിത് വളരെ ചിന്തിക്കണം. തമാശയല്ല, വളരെ ചിന്തിക്കണം. തമാശയല്ല. ഇങ്ങോട്ട് നോക്കി. ലൗ ലഹറത് ശഅറത്തും മിൻ ശഅറാതിയാ, ഒരു പെണ്ണിന്റെ മുടികളെ കൂട്ടത്തിൽ. ഇങ്ങോട്ട് നോക്ക്, എന്റെ അടുത്തേക്ക് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ലൗ ലഹറത് ശഅറത്തും മിൻ ശഅറാതിയാ ഔ ളുഫറത്തും മിൻ ളുഫറാതിയാ, പെണ്ണിന്റെ മുടികളെ മിൻ അൽഫാരിയ, ഒരു പെണ്ണിന്റെ മുടികളെ കൂട്ടത്തിൽപ്പെട്ട ഒരു മുടിയോ അല്ലെങ്കിൽ നഖത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു നഖം പ്രത്യക്ഷമായാൽ ഒരു മുടി, only one, ഒന്ന്. നോക്ക്, ആരാ പറഞ്ഞത്? രണ്ടാം നവവി എന്ന്, രണ്ടാം ശാഫിഈ എന്ന് പേരുള്ള മഹാനായ ഇമാം നവവിയുടെ ഇലാഹ് എടുത്തു നോക്ക്. ഹജ്ജിന് വേണ്ടി ലോക പ്രശസ്തമായ കിതാബ്, ഹജ്ജ് പോലും നടക്കുന്നത് ആ കിതാബിൽ നോക്കിയാൽ അത്രയും പ്രധാനപ്പെട്ട കിതാബാണ് ഇലാഹ്. ഈ ഹജ്ജിന് വേണ്ടി മാത്രം ഇറക്കിയതാണ് ഇലാഹ്. വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഇലാഹ്. ഇലാഹിൽ പറയുന്നുണ്ട്
ആര് പറഞ്ഞു? മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഹജ്ജിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കിതാബാണ് ഇലാഹ് എന്ന് പറയുന്നത്. അതിൽ പറയുന്നുണ്ട് ലൗലാറത്ത് പെണ്ണ് ചിന്തിക്കണം, പെണ്ണ് ചിന്തിക്കണം, പെണ്ണ് ചിന്തിക്കണം. ലൗലാറത്ത് ശഅറത്തും മിൻ ശഅറാതിയാ, ഒരു മുടി പ്രത്യക്ഷമായാൽ വതാഫത്ത് ബിൽ ബൈതി, എന്നിട്ട് അവൾ കഅബാലയത്തിൽ തവാഫ് ചെയ്താൽ റജഅത്ത് ബിഗൈരി ഹജ്ജിൻ, ഹജ്ജില്ലാതെയാണ് അവൾ മടങ്ങിപ്പോന്നത്, അല്ലാഹു പൊറുക്കുകയില്ല. ഒരു മുടി, ഒരു മുടി, ഒന്ന് ഒറ്റൊന്ന്. എന്താ പറയുന്നത്? അതുകൊണ്ട് അതിന് എക്സ്ക്യൂസ് ഇല്ല. ചിന്തിക്ക്, നിങ്ങൾ ചിന്തിക്ക് മനുഷ്യന്മാരെ. എന്താണ് നമ്മളെ പെണ്ണുങ്ങളെ സാഹചര്യം? വളരെ ചിന്തിക്കണം. എന്നെ കറുത്ത ഒരു പർദ്ദ ധരിക്കുന്ന നല്ല കാര്യം, പർദ്ദ നല്ല കാര്യം. ആ ഒരു സംസ്കാരത്തിലേക്ക് എത്തിച്ചേർന്നത് കേരളത്തിൽ 33% പെണ്ണുങ്ങൾ പർദ്ദ ധരിക്കുന്നുണ്ട് എന്നാണ് പുതിയ കണക്ക്. ആദ്യം 11% ഇപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലത്തെ ശതമാനത്തിൽ 33% സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നുണ്ട് എന്നാണ് കേരളത്തിൽ 33% സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നുണ്ട്. ആ കണക്ക് എൻ്റെ അഭിപ്രായം ആ കണക്കിന് തന്നെ തെറ്റിയിട്ടുണ്ടാവും, അവിടെ നിന്നൊക്കെ പോയിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനേക്കാൾ കൂടുതലൊക്കെ ധരിക്കുന്നുണ്ടാവും, അത്രയും കൂടുതൽ കൂടിയിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. എവിടെ തെക്കോ മറ്റോ വല്ല കമ്മി ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. അവിടെ പിന്നെ കമ്മിയാണല്ലോ, മുസ്ലിങ്ങൾ പൊതുവെ കമ്മിയാണല്ലോ. ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾ ആലോചിക്കണം. ഉണ്ട്, പക്ഷെ എന്താ സാഹചര്യം? എന്താ സാഹചര്യം? ഒരൊറ്റ പെണ്ണിന്, ഒരു പെണ്ണിന്റെ ഒരൊറ്റ പെണ്ണിന് പർദ്ദ ധരിക്കുന്ന ഒരു പെണ്ണ് ആരാണ് മര്യാദക്ക് മുടി മറച്ചിട്ടുള്ളത്? വളരെ ചിന്തിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തുർഖി ശിബ്റൻ മിനൽ ശിബ്റൻ മിനൽ തൗബി, വസ്ത്രത്തിൽ നിന്ന് ഒരു ചാണ് പെണ്ണ് താഴ്ത്തിയിടണമെന്ന് ഹബീബായ നബി. ആണ് വസ്ത്രം നമ്മൾ പിന്നെ വരുന്നുണ്ട്, ആണ് വസ്ത്രത്തിന് താഴ്ത്തിയിടാൻ പാടില്ല. പെണ്ണ് തുർഖി ശിബ്റൻ ശിബ്റൻ മിനൽ തൗബി, വസ്ത്രത്തിൽ നിന്ന് ഒരു ചാണ് താഴ്ത്തിയിടണം. അപ്പൊ ഒരു സഹാബി പറഞ്ഞു, ചില നേരത്തെ അവള് ഒട്ടകക്കട്ടിലേക്ക് കയറുകയോ മറ്റോ ആണ് എങ്കിൽ അപ്പോൾ ഒരു ചാണ് താഴ്ത്തിയിട്ടാലും അവളെ കാല് വെളിവാകും. അപ്പോൾ ഫഖാല ദിറാൻ, റസൂലുള്ളാഹി പറഞ്ഞ ഒരു മുഴം. മനസ്സിലാക്കണം, ഒരുത്തര ആണ് താഴ്ത്താൻ പാടില്ല എന്ന് പറഞ്ഞ ദീനാണ് പെണ്ണ് ഒരു മുഴം താഴ്ത്തിയിടണമെന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ചിന്തിക്ക്, ആ ഭാഗത്തേക്ക് ഞാൻ വരാം. വളരെ ചിന്തിക്കണം. പെണ്ണുങ്ങൾ കാര്യം വളരെ പോക്കാണ്, പെണ്ണിന്റെ കാര്യം വളരെ പോക്കാണ്, വളരെ പോക്കാണ്, വളരെ പോക്കാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ അവസാനങ്ങളെ കൊണ്ട് പൊരുത്തപ്പെടിക്കും. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ക്ഷമിക്കണം. ഇത് വലിയ ഗൗരവമാണ്, ഉറപ്പാണ്. നമ്മളെ ക്ലാസ്സിന് വന്നവരിൽ അടക്കം, നാട്ടിലെ നല്ല പെണ്ണുങ്ങളാണല്ലോ ഇപ്പോൾ ക്ലാസ്സിന് വന്നിട്ടുണ്ടാകുക, അവരിൽ അടക്കം അത്യാവശ്യം പഠിച്ചവനെ പേടിയുള്ളവരാണല്ലോ ഇപ്പോൾ ക്ലാസ്സിന് വരിക, അവരടക്കം അള്ളാഹിനെ പേടിക്കുന്നു എന്ന് വിചാരിക്കുന്ന പെണ്ണുങ്ങളടക്കം. ഒരു പെണ്ണ് 1,00,000 രൂപ മുടക്കിയിട്ട് ഹജ്ജിന് പോയി ഓടി ഒരു മുടി വെളിവായാൽ അള്ളാഹു ഹജ്ജ് സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞത് ഇമാം നവവി ഇലാഹിൽ പറയുന്നത് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ചിന്തിക്കാതില്ല, ഇത് ഞാൻ പറയല്ല. ഒരു മുടിയെങ്കിലും എന്നാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഒരു മുടി അതുകൊണ്ട് പ്രത്യക്ഷമാക്കണ ചാൻസ് പെണ്ണിന് ഇല്ല. അതിന് നിങ്ങൾ അടുക്കളപ്പുഴു എന്ന് പറഞ്ഞോളൂ, അത് സാന്ദ്രല്ലായ്മ എന്തോ പറഞ്ഞോളൂ. നിങ്ങൾക്ക് പറയാനുള്ള ലൈസൻസ് 947 കിട്ടിയിട്ടുണ്ട്, അതൊക്കെ പറയാവുന്നതാ. പക്ഷെ ഇത് ദീനിന്റെ നിയമമാണ്. അലാ ഇന്നലി കുല്ലി മലികിൻ ഹൈമൻ, ഒരു രാജാവുണ്ടെങ്കിൽ ഒരു നിരോധിത മേഖല ഉണ്ടാവും. ഇന്നടത്തേക്ക് പോകാൻ പാടില്ല എന്നൊരു രാജാവ് പറയും. രാജാവിന് പറയാനുള്ള അധികാരം ഉണ്ട്, അത് പറയാൻ രാജാവുള്ളൂ. ഇങ്ങടത്തൊക്കെ പോയിക്കോളൂ, ഇങ്ങടത്ത് പോകാൻ പാടില്ല എന്ന് രാജാവ് പറയും. ഒരു ഏതൊരു ഏരിയ ആണെങ്കിലും ഒരു ഭരണം നിലനിൽക്കുന്ന ഒരു ഏരിയയിൽ ഉണ്ടാവും. അങ്ങനെയാണ് ഹോട്ടലിൽ സ്വാഗതം നേടും, എന്നാലേ ഇങ്ങനെയാണ് വന്നിട്ട് ആ കൈ കഴിയുന്നിടത്ത് എഴുതുന്നുണ്ടാവും പിന്നെ ഒരു വാതില് അന്യർക്ക് പ്രവേശനമില്ല. മനസ്സിലായില്ല? സ്വാഗതം എന്ന് പറഞ്ഞാൽ അടക്കി സ്വാഗതം എന്നല്ല അതിന്റെ അർത്ഥം, പരിധിയുള്ളടത്ത് സ്വാഗതം, പിന്നെ അപ്പുറം കയറാൻ പാടില്ല. എല്ലായിടത്തും ഉണ്ടത്, ഇവിടെയുണ്ട്. അതാണ് അള്ളാഹുവിന്റെ നിയമമാണ്. അള്ളാഹു പറഞ്ഞു, കറായി, ഹബീബായ നബി പറഞ്ഞു, നിരോധിത മേഖലയുടെ പരിസരത്ത് ആടിനെ തേറ്റുന്ന ഇടയനാകണം മുഅ്മിനായ പെണ്ണുങ്ങളും ആണുങ്ങളും.
നിരോധിത മേഖലയുടെ അടുത്ത് ആടിനെ തീറ്റുന്ന ഇടയൻ. അതെന്താ? എങ്ങനെ? എപ്പോഴും ഈ ആട് അതിൽ പോയി ചാടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആടിനെ തീറ്റേണ്ടാത്തതിനെ തൊട്ടും ഒരു പറഞ്ഞെങ്കിൽ ഇപ്പറേ തീറ്റാൻ പാടും. ഒരു രാജാവാണെങ്കിൽ ഒരു നിരോധിത മേഖല ഉണ്ടാവും. അള്ളാഹുവിന്റെ നിരോധിത മേഖല അള്ളാഹുവിന്റെ ഹറാമുകളാണെന്ന് മുഹമ്മദ് നബി. ശ്രദ്ധിക്കണം, അവിടെ കിടക്കാൻ പാടില്ല. അത് റബ്ബിന്റെ നിരോധിത മേഖലയാ. ഏതാ രാജാവ്? ഈ രാജാവിനുണ്ടല്ലോ. കേരള സർക്കാരിനും ഒരു നിരോധിത മേഖല ഉണ്ട്. ഇന്നടുത്ത് പോകാൻ പാടില്ല, ഇന്നടുത്ത് ചെല്ലാൻ പാടില്ല, നിരോധിത മേഖല ഉണ്ട്. ഇത് രാജാതിരാജനാണ്. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക് തുതിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. അതുകൊണ്ട് വലാ യുബ്ദീന സീനതഹുന്ന, പെണ്ണ് അവളുടെ, അവൾ എന്ന് പറഞ്ഞാൽ അവൾ തന്നെ അൽ മർഅതു ഔറ. അങ്ങനെ ഹദീസ്. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. റഹ്മത്തുള്ളാഹിന്റെ വകയല്ല. ഹബീബായ നബി പറഞ്ഞു അൽ മർഅതു ഔറ. ഈ പറയുന്ന ഹദീസിൽ ഏതെങ്കിലും ഒരു ഹദീസ് ലഈഫാണെന്ന് ആർക്കെങ്കിലും അറിയുമെങ്കിൽ കുറിച്ചു കൊടുക്കാവുന്നതാണ്. അൽ മർഅതു ഔറ, പെണ്ണ് ഔറത്താണെന്ന് മുഹമ്മദ് നബി. ഏതെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, മുഴുവനും പെണ്ണ് ഔറത്താണ്, ഒക്കെ ഔറത്താണ് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് വലാ യുബ്ദീന സീനതഹുന്ന, പെണ്ണ് അവളുടെ ഭംഗിയെ പ്രദർശിപ്പിക്കരുത്. ഇല്ലാ മാ ളഹറ മിൻഹാ, അവൾ ഒരു നിലക്കും സൂക്ഷിച്ചിട്ടും സൂക്ഷിക്കാൻ കഴിയാത്ത സൗന്ദര്യം അല്ലാതെ. ഇതിനർത്ഥം കേട്ടോളൂ, ഇതിനർത്ഥോളൂ, കേട്ടോളൂ. ശ്രദ്ധിക്കുക. ഇമാം റാസി തഫ്സീറുൽ കബീറിൽ പറയുന്നു, ഇമാം ഇബ്നു കസീർ തങ്ങൾ തന്റെ തഫ്സീർ ഇബ്നു കസീറിൽ പറയുന്നു, ഐ ലാ യുൽഹിർന ശൈഅൻ മിനസ് സീനതി. ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. ഐ ലാ യുൽഹിർന, അവർ പ്രത്യക്ഷമാക്കരുത് ശൈഅൻ മിനസ് സീനതി. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഐ ലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. ഈ ആയത്തിന് ലോക പ്രശസ്തനായ ഇമാം റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ പറയുന്ന വ്യാഖ്യാനം, ഐ ലാ യുൽഹിർന, പെണ്ണ് വെളിവാക്കാൻ പാടില്ല ശൈഅൻ മിനസ് സീനതി, ഭംഗിനെ അല്പം പോലും വെളിവാക്കരുത്. ലിൽ അജാനിബി, അന്യ ആളുകൾക്ക്. ആരാണ് അന്യാള്, ആരാണ് സ്വന്തക്കാരെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പറയും. ഇല്ലാ മാ യൽഹറു വലാ യുംകിനു ഇഖ്ഫാഉഹു, ഇല്ലാ മാ യൽഹറു, സ്വയം പ്രത്യക്ഷമാവുകയും വലാ യുംകിനു ഇഖ്ഫാഉ, മറച്ചു വെക്കാൻ കഴിയാത്തതുമല്ലാത്ത വസ്തുക്കൾ ഒഴികെ. ഖാല ഇബ്നു മസ്ഊദ്, ഈ ആയത്തിന്റെ വ്യാഖ്യാനം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കർരിദായി, അവളുടെ മേൽത്തട്ടം, വസ്സിയാബി, അവളുടെ വസ്ത്രണിഞ്ഞാൽ അവര് സൗന്ദര്യം ഉണ്ടാവും. ആ സൗന്ദര്യം പിന്നെ ഇനി എങ്ങനെ അവര് ഇരുമ്പിന്റെ കവചം മേലെ കൂടാൻ അവൾക്ക് കഴിയില്ലല്ലോ. അത്രേ പറ്റൂ. അതവൾ ഒരു പെണ്ണൊരു വസ്ത്രം മറക്കേണ്ടതൊക്കെ മറച്ചു. എന്നാൽ തന്നെ ഒരു പെണ്ണ് മറക്കേണ്ടതുപോലെയൊക്കെ മറച്ചാലും നല്ല ഒരു ഒത്ത പെണ്ണ് ഒരു വസ്ത്രം ഇട്ട് ഇങ്ങനെ പോകുന്നുണ്ടാൽ അതിൽ തന്നെ ഒരു സൗന്ദര്യമുണ്ട്. അത് പിന്നെ അവൾക്ക് നിർവാഹമില്ല. അത്രേ ഉള്ളൂ. പെണ്ണ് ഒരു അവയവവും വെളിവാക്കാനേ പാടില്ല. ഗൗരവമുള്ള വിഷയം. عن ابن مسعود رضي الله عنه الزينة زينتان, സൗന്ദര്യം രണ്ട് ജാതിയാണ്. സീനത്തുൻ ലാ യറാഹാ ഇല്ല സൗജു, ഭർത്താവല്ലാതെ വേറെ ആർക്കും കാണാൻ പാടില്ലാത്ത സൗന്ദര്യം. ഭർത്താവല്ലാതെ വേറെ ആർക്കും കാണാൻ പാടില്ല. ലാ യറാഹാ ഇല്ല സൗജു, അത് ഭർത്താവല്ലാതെ അണിഞ്ഞുണ്ടാക്കുന്നത് സീനത്തു തന്നെ. അണിഞ്ഞുണ്ടാക്കുന്ന സീനത്ത് ലാ യറാഹാ ഇല്ല സൗജു, ഭർത്താവല്ലാതെ വേറെ ആരും കാണാൻ പാടില്ല. അങ്ങനെയുള്ളതുണ്ട്. ഇതുപോലെ മിസ്ലൽ ഖാതമി, അവളുടെ സ്വർണത്തെ പോലെ, അവളുടെ മോതിരത്തെ പോലെ, വസ്സിവാരി, അവളിട്ട വളയെ പോലെ. വള, മാല, ഇതിന്റെ സൗന്ദര്യം വരെ പുരുഷൻ മാത്രമേ ആസ്വദിക്കാൻ പാടുള്ളൂ. ഭർത്താവെ ആസ്വദിക്കാൻ പാടുള്ളൂ. ശ്രദ്ധിക്കണം. പർദ്ദത്തിട്ട് അതിന്റെ മേലുണ്ടല്ലോ ഒരു പരിപാടി, ശ്രദ്ധിക്കണില്ലേ നിങ്ങൾക്ക്? അത് അവളുടെ സൗന്ദര്യം ഉണ്ടാക്കിയിട്ട് ഒരുങ്ങേണ്ടത് ഭർത്താവിന് വേണ്ടി
വേണ്ടിയാണ്. എന്നാൽ യറാഹൽ അജാനിബു വേറുള്ളവർക്ക് കാണാവുന്നത് വഹുവ ളാഹിറു മിനസ്സിയാബി വസ്ത്രത്തിന്റെ പുറത്തുള്ളതാണ്. ആ വസ്ത്രത്താൽ തന്നെ സൗന്ദര്യം ഉണ്ടാവും. അതാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൽയദ്രിബന ബിഖുദരിഹിന്ന അലാ ജയൂബിഹിന്ന അവരെ മുഖപ്പെടുത്തെ അവർ താഴ്ത്തിയിടണം. അലാ ജയൂബിഹിന്ന മാറുകൂടി മറക്കാവുന്ന അവസ്ഥയിൽ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ശ്രദ്ധിക്കണം ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തല, കഴുത്ത്, പിന്നെ അതേപോലെ തന്നെ ഈ അവയവങ്ങൾ മൊത്തം, പിന്നെ നെഞ്ചടക്കം ഒറ്റ വസ്ത്രം കൊണ്ട് മറക്കണമെന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണം. പെണ്ണുങ്ങളുടെ ഒരു പരിപാടി എന്താണെന്നറിയോ? തല മറക്കും. എന്നിട്ട് മനസ്സിലാവും. ഒന്ന് സഹകരിക്കും മനുഷ്യന്മാരെ. എങ്ങനെയല്ലേ ഇത് മനസ്സിൽ എന്ത് ചെയ്യും? കഴുത്ത് കൂടെ ആദ്യം ചുറ്റും. എന്നിട്ട് പിന്നെ എന്താണെന്നറിയോ? നെഹറിന്റെ പ്രത്യക്ഷമാകും. എന്നിട്ട് നെഞ്ചിന്റെ ഭാഗം അത് മനസ്സിലുണ്ടാവും. പക്ഷേ നെഞ്ചിന്റെ പ്രത്യക്ഷമാവും. ഹറാമാണ് ഈ ആയത്തിന് വ്യാഖ്യാനം. മനസ്സിലായില്ല? അവരുടെ മുഖപടം അവൾ താഴ്ത്തിയിടണം. അലാ ജയൂബിഹിന്ന മാർവിടങ്ങളുടെ മേൽ. അപ്പൊ ഇവിടെ മറക്കണ വസ്ത്രം കൊണ്ട് തന്നെ മനസ്സിലാവും. ഏതുപോലെ മുട്ടുപൂക്കൾ പൂർണ്ണമായി മറക്കേണ്ടത് ഒറ്റ വസ്ത്രം കൊണ്ടായിരിക്കണമെന്നാണല്ലോ നിസ്കാരത്തിന്റെ നിയമം. എന്നൊക്കെ മനസ്സിലായില്ല. വളരെ ചിന്തിക്കണം. മുട്ടുപൂക്കൾ കൂടെ പൂർണ്ണമായി മറക്കേണ്ടത് ഒരു വസ്ത്രം കൊണ്ടാണ്. ഒറ്റ വസ്ത്രം കൊണ്ടാണ്. രണ്ടും കൂടെ ഒരു വസ്ത്രം കൊണ്ട് പൂർത്തിയാക്കണം. പുക്കളിന് താഴെ ഒരു വസ്ത്രം, പുക്കളിന് മേലെ ഒരു വസ്ത്രം പറ്റില്ല. മനസ്സിലാവണില്ലേ പറഞ്ഞത്? മുട്ടിനെയും പുക്കളിനെയും ഉൾപ്പെടുത്തുന്നത് ഒരു വസ്ത്രമാണ്. എന്നതുപോലെ ഇതുകൊണ്ട് തന്നെ മാർവിടത്തിൽ വേറെ വസ്ത്രം ഉണ്ട്. എന്നിട്ട് തന്നെ ഇതിന്റെ ബാക്കി എവിടെ വരണം? മാർവിടത്തിൽ വരണം. മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്? വളരെ ശ്രദ്ധിക്കണം. ഈ ആയത്തിന്റെ വ്യാഖ്യാനം വളരെ ചിന്തിക്കണം. പെണ്ണുങ്ങൾ വളരെ ചിന്തിക്കണം. മറച്ചാലും പോരാ, അതിന് ബാക്കി വരുന്നുണ്ട്. പ്രത്യക്ഷമാകാൻ പാടില്ല. അവയവങ്ങൾ തന്നെ വെളിവാകാൻ പാടില്ല. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. എന്നാൽ ഇല്ലാ ലിബുഊലതിഹിന്ന ഔ ആബാഇഹിന്ന ഔ ആബാഇ ബുഊലതിഹിന്ന ഔ അബ്നാഇഹിന്ന ഔ അബ്നാഇ ബുഊലതിഹിന്ന ഔ ഇഖ്വാനിഹിന്ന ഔ ബനീ ഇഖ്വാനിഹിന്ന ഔ ബനീ അഖ്വാതിഹിന്ന ഈ ആളുകൾക്കൊക്കെ അവരുടെ സാധാരണ സൗന്ദര്യമൊക്കെ കാണാവുന്നതാണ് എന്ന് വിശദീകരിക്കാം. ഒന്നാമത്തെ ആൾ ഒറ്റ ഒരാളാണ്. ആര്? ഭർത്താവ്. ഭർത്താവ് പോലെ വേറെ ആരുമില്ല. ഭർത്താവ് കാണാവുന്ന അവയവം കാണാവുന്ന വേറൊരാളില്ല. ഭർത്താവ് അവളാണല്ലോ. ഭർത്താവ് അവളെ ചുറ്റിയതാണ്. അവൾ ഭർത്താവിനെ ചുറ്റിയതാണ്. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുന്ന. ചുറ്റിയ വസ്ത്രത്തിനാണ് ലിബാസ്. മനസ്സിലായില്ല? ചുറ്റിയ വസ്ത്രത്തിനാണ്. ടെക്സ്റ്റൈലില് ഈ അലമാരിൽ വെച്ച വസ്ത്രത്തിന് എന്ത് പറയില്ല? ലിബാസ് എന്നറിയില്ല. അതിന് സൗബ് എന്നറിയും. മനസ്സിലായില്ല? ഉടയാട എന്ന് പറയണമെങ്കിൽ എന്താവണം? അണിയണം. തുണിശാപ്പിന് ഉടയാടാന്ന് പേരിടുന്നത് ശരിയില്ല. കാരണം ശ്രദ്ധിക്കാം, ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ട് പറയാൻ കേട്ടോ. കാരണം അത് അണിഞ്ഞാലേ ഉടയാടയാവും. മറ്റേ വസ്ത്രമാണ്. വസ്ത്രവും ഉടയാടയും രണ്ടാണ്. ഉടയാടാന്ന് മനസ്സിലാവും. ഒരു കാര്യം പറയാം. ഏതെങ്കിലും ആരെങ്കിലും അവരെ പേരിട്ടിട്ട് ശ്രദ്ധിക്കുക. ഉടയാട അണിഞ്ഞനാണ് ലിബാസ് എന്ന് പറയാ. ഉടയാട എന്ന് പറയണമെങ്കിൽ അണിയണം. മറ്റേ സൗബ് ഉടയാട വ്യത്യാസം. ലിബാസുൽ ലക്കും ഹുന്ന സൗബുൽ ലക്കും എന്നല്ല. വ അൻതും സൗബുൽ ലഹുന്ന എന്നല്ല. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുന്ന. നിങ്ങൾ പെണ്ണുങ്ങളെ അണിഞ്ഞിരിക്കുന്നു, പെണ്ണുങ്ങൾ നിങ്ങളെയും ചുറ്റിയിരിക്കുന്നു. അങ്ങോട്ടോട് ചുറ്റിയവരാണ്. അപ്പൊ പിന്നെ അവിടെ കാണാൻ പാടില്ലാത്ത അവയവങ്ങൾ ഇല്ല. എല്ലാം കാണാവുന്നതാണ്. അതാണ് ഇവിടെ ഭർത്താവിനാണ് സൂപ്പർ മെജോറിറ്റി. കാരണം ഭർത്താവിന്റെ ചാൻസ് ഉള്ള ഒരാൾ ഇവിടെ ഇല്ല. പിന്നെ ബാക്കിയുള്ളവരെ മൊത്തം എങ്ങനെ പറയാം? അവളുടെ പിതാക്കൾ, ബാപ്പമാർ, ബാപ്പ അല്ലെങ്കിൽ വല്ലിപ്പാന്റെ എങ്ങനെ പോകും? പിന്നെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ ബാപ്പമാർ 40 പിന്നെ പറയും.
അബ്നാഇഹിന്ന, ഈ പറഞ്ഞ ആളുകൾക്കൊരു ഒപ്പ പറഞ്ഞേരാ ഞാൻ പറഞ്ഞുതരാം. ഔ അബ്നാഇഹിന്ന, അല്ലെങ്കിൽ മക്കൾ, അല്ലെങ്കിൽ മക്കളുടെ 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 മക്കൾ, അങ്ങനെ ഔ അബ്നാഇ ബുഉലതിന്ന, അല്ലെങ്കിൽ അവരെ വിവാഹം ചെയ്തിട്ടുള്ള ഭർത്താക്കന്മാരുടെ മക്കൾ. മനസ്സിലായില്ല? അവരെ ഭർത്താവിന് നേരത്തെ വേറെ ഒരു കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനത്തെ ആ കുട്ടികൾ. ഔ ഇഖ്വാനിന്ന, അല്ലെങ്കിൽ സഹോദരന്മാർ, ഒന്നില്ലെങ്കിൽ വാപ്പമ്മ ഒത്തത്, അല്ലെങ്കിൽ വാപ്പൊത്തത്, അല്ലെങ്കിൽ ഉമ്മത്തത്, ഒക്കെ ഔ ബനീ ഇഖ്വാനിന്ന, അല്ലെങ്കിൽ സഹോദരന്മാരുടെ മക്കൾ. ഈ 3 സഹോദരന്മാരും വാപ്പമ്മ ഒത്ത സഹോദരന്മാരുടെ മക്കൾ, അല്ലെങ്കിൽ വാപ്പത്തെ സഹോദരന്മാരുടെ മക്കൾ, അല്ലെങ്കിൽ ഉമ്മത്തെ സഭയൊക്കെ ഉൾപ്പെടും. പിന്നെ ഔ ബനീ അഖവാതിഹിന്ന, ഔ ബനീ അഖവാതിഹിന്ന, അല്ലെങ്കിൽ അവരുടെ സഹോദരിമാരുടെ മക്കൾ, ഏട്ടത്തിന്റെ മക്കൾ, അല്ലെങ്കിൽ അഞ്ചത്തിന്റെ മക്കൾ. ശ്രദ്ധിക്കണേ, ഇവരാണ് മഹാരിം എന്ന് പറയുന്നത്. ഇനിയും മഹാരിം ഉണ്ട് പറയാത്തവരെന്ത് പറഞ്ഞുതരാം, ശ്രദ്ധിക്കണം. ഇപ്പൊ ഇവിടെ ആരൊക്കെ പറഞ്ഞത്? എന്ന് പറയൂ. ഒന്ന് ബാപ്പമാര്, അല്ലെങ്കിൽ ഭർത്താവിന്റെ ബാപ്പമാര്, അല്ലെങ്കിൽ മക്കള്, അല്ലെങ്കിൽ ഭർത്താവിന്റെ മക്കള്, അല്ലെങ്കിൽ സഹോദരന്മാര്, അല്ലെങ്കിൽ സഹോദരന്മാരുടെ മക്കൾ, അല്ലെങ്കിൽ സഹോദരിമാരുടെ മക്കൾ. ഇവരെയും കൂടി ഇവൾക്ക് കൂടി അവരുടെ ഔറത്ത് കാണാവുന്നതാണ്. പക്ഷേ കുല്ലു ഹൗലായി മഹാരിമുൽ ലിൽ മർഅതി, ഇത് പെണ്ണിന്റെ മഹാരിമായ ആളുകളാ. ഇവളെ വിവാഹം ചെയ്യൽ ഹറാമായ ആളുകളാണ്. പക്ഷേ യജൂസു ലഹാ അൻ തൽഹറ അലൈഹിം, അവരെ മേൽ വെളിവായി നിൽക്കൽ പെണ്ണിന് ജായിസാകും. മിൻ ഗൈരി തബർറുജിൻ, വെളിവാക്കൽ കൂടാതെ. അതായത് അവരോട് സാധാരണ വസ്ത്രത്തെ ഇട്ടുകൊണ്ട് അവരെ മുന്നിൽ നിൽക്കാൻ പറ്റും. ശ്രദ്ധിക്കുക, അങ്ങനെയാണല്ലോ. വളരെ ചിന്തിക്കണം. പെണ്ണിന്റെ ബാപ്പാന്റെ മുന്നിൽ നിൽക്കാം, ഭർത്താവിന്റെ ബാപ്പാന്റെ മുന്നിൽ, ഭർത്താവിന്റെ ബാപ്പാന്റെ മുന്നിൽ. ഏതൊക്കെയാണ് ഇവിടെ? ഒന്നുകൂടി ഞാൻ വിശദീകരിക്കാം. ശരിക്കണേ. ഈ പെണ്ണിന് ജായിസാണ് ഇത്തരം ആളുകൾക്ക് മുന്നിൽ വെളിവാക്കുക. അനിൽ വജ്ഹി, ശ്രദ്ധിക്കണല്ലേ പറഞ്ഞത്? ഏതൊക്കെ? ഭർത്താവ് കാണാവുന്ന ഒരാൾക്കും കാണാവുന്ന ഒരാൾ ഈ ലോകത്ത് പിന്നെ വേറെ ഇല്ല. മക്കൾ പോലും ഇല്ല, ആരുമില്ല. പെണ്ണുങ്ങൾ ചിന്തിക്കണം, പെണ്ണ് നല്ലോണം ചിന്തിക്കണം. അനിൽ വജ്ഹി, അവളുടെ മുഖം കാണാം. ബറസി, അവളെ തല കാണാം. അങ്ങനെ തല തോന്നാൻ നടക്കണ്ട, ചിലപ്പോ അങ്ങനെ കാണാം. നോക്കൽ തെറ്റില്ല. പക്ഷേ ഇവരുടെ മേൽ ശഹ്വത്തോടുകൂടെ നോക്കൽ മറ്റുള്ളവർക്ക്. അത് ഞാൻ പിന്നീട് പറയാം, നാളെ പറയും. ഇതിലൊരു ഭാഗമുണ്ട്, നാളെ വീട്ടുമര്യാദ പറയുമ്പോൾ ഗൗരവമുള്ള വിഷയമുണ്ട്. മനസ്സിലായില്ല? സ്വന്തം മകളുടെ മുടി കണ്ടപ്പോ ആണ് താല്പര്യം ഉണ്ടാവും. ഈ നോക്ക് ഹറാമാണ്, നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എന്നൊക്കെ അങ്ങനെ പറയല്ലായിരുന്നു. എത്ര കേസാ കോടതികൾ. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. റബ്ബേ, പറയുന്നതിന് പരിധിച്ചിട്ട് പറയാണ്. ഞാൻ പറയുന്നതിന് വളരെ പരിധി വെക്കാണ്. ഭയങ്കര പ്രശ്നമാണ്. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എത്രയോ നിങ്ങൾക്കൊക്കെ അറിയാലോ കേസിന്റെ എത്ര കേസാണ് കിടക്കുന്നത്. ഇവിടെ ലഹായി പെണ്ണിന്റെ ജായിസാണ് അൻ തക്ശിഫ ലി മഹാരിമിഹാ അനിൽ വജ്ഹി വറസി വറഖബതി, അവളുടെ പെരടി ഭാഗം, വൽ കഫൈനി, മുങ്കയ്യ്, പിന്നെ ദിറായിനി, മീൻ നന്നാക്കുമ്പോൾ കാണാവുന്ന ദിറായിനി, മുഴങ്കയ്യ്. ഇതല്ല മുഴങ്കൈ. ഒരു മീൻ നന്നാക്കാണെങ്കിൽ സ്വാഭാവികമായിട്ടും കൈയൊന്നും ഇങ്ങോട്ട് കേൾക്കേണ്ടി വരും എന്ന്. പിന്നെയോ വസ്വൽ കദമൈനി, 2 കാല്, ചെരുപ്പടിക്കാല്. കദമ പറഞ്ഞാൽ ഞെരിയാണിക്ക് താഴെത്തിനാണ് കദമ എന്ന് പറയാം. അതും കാണാം. ബാപ്പാക്ക് കാണാൻ പറഞ്ഞത് ഇന്റെ വ്യാഖ്യാനല്ല. ലോക മുഫസ്സിരീങ്ങൾ ഇതിന് പറയുന്ന വ്യാഖ്യാനമാണ് ഈ പറയുന്നത്. ഇന്റെ വ്യാഖ്യാനല്ല. ലോക മുഫസ്സിരീങ്ങൾ ഇമാം റാസി അടക്കം ഇതിന് നൽകുന്ന വ്യാഖ്യാനം പറയാണ്. എന്റെ വ്യാഖ്യാനമല്ല, എന്റെ വക അല്ല, ഞാൻ പറയണ്ട. ഇതൊക്കെ കാണാം. പിന്നെയോ വസ്വൽ ഖദമൈനി, ഞെരിയാണിന്റെ താഴെ, വസ്സാഖൈനി, വേണമെങ്കിൽ മുട്ടിന്റെ താഴെ. സാധാരണ മനസ്സിലായില്ലേ? മുട്ടിന്റെ താഴെ. ചിലപ്പോ വസ്ത്രം അലക്കണ നേരത്ത് ചിലപ്പോ ഒരു വസ്ത്രം ഒന്ന് ലേശമൊക്കെ ഒന്ന് കയറ്റിയിട്ട് ഒന്ന് പിടിക്കേണ്ടി വരും. അത്ര ശ്രദ്ധിക്കണം. ഇതല്ലാത്തത് മുഴുവനും വാപ്പാനെയും
റബ്ബേ, മനസ്സിലാവുന്നില്ലേ? ഒന്ന് ഷഹാദത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ശ്രദ്ധിക്കണം. പുതിയാപ്പിളന്റെ മുന്നിൽ പ്രത്യക്ഷമാകുന്നത് പോലെ ബാപ്പാന്റെ മുന്നിൽ പ്രത്യക്ഷമാകാൻ പാടില്ലാത്തതാണ്. ഭർത്താവിന്റെ മുന്നിൽ പ്രത്യക്ഷമാകുന്നത് പോലെ ഭർത്താവിന്റെ ബാപ്പാന്റെ മുന്നിൽ പ്രത്യക്ഷമാകാൻ പാടില്ലാത്തതാണ്. അവർക്ക് തുറക്കുന്ന അവയവങ്ങൾ, ആ അവയവങ്ങൾ ഭർത്താവിന്റെ മുന്നിൽ തുറന്നു കാണിക്കാൻ ഏത് അവയവത്തിനും പരിധിയില്ല. എന്നാൽ ബാപ്പാന്റെയോ ബാപ്പാന്റെ ബാപ്പാന്റെയോ ഭർത്താവിന്റെ ബാപ്പാന്റെയോ മുന്നിൽ പോലും സ്വന്തം ആൺകുട്ടികൾ അവരെ മുന്നിൽ പോലും തുറക്കുന്നതിന് പരിധിയുണ്ട്. ഒന്ന് മുഖമാണ്, ഒന്ന് തലയാണ്, ഒന്ന് റഖബത്തി പെരടിയാണ്, വൽ കഫൈനി രണ്ട് മുൻകൈയാണ്, വസ്റാഇനി രണ്ട് മുഴങ്കൈയാണ്, വൽ ഖദമൈനി ഞെരിയാനിക്ക് താഴെയുള്ളതുമാണ്, വേണമെങ്കിൽ വസ്സാഖൈനി മുട്ടിന്റെ താഴെ കുടുങ്ങിയാൽ ബുദ്ധിമുട്ട, വസ്തസ്തുറു മാ സിവാ ദാലിക ഇതല്ലാത്ത മുഴുവൻ ഇവരെ മുന്നിലും അവൾ മറക്കണം. ശ്രദ്ധിക്കുക. ഇനി ഇവിടെ വേറൊരു വിഷയം ഉണ്ടല്ലോ, ശ്രദ്ധിക്കണം. ഈ കൂട്ടത്തിൽ അവളുടെ ബാപ്പാന്റെ ജ്യേഷ്ഠാന്റമാരെ പറഞ്ഞില്ലല്ലോ, അളാപ്പ മുത്താപ്പമാരെ ഈ ആയത്തിൽ നിങ്ങൾക്ക് ഉറങ്ങുന്നുണ്ടോ? നിങ്ങള് എന്തൊക്കെ ചിന്തിക്കുന്നത്? ഇവളെ വിവാഹബന്ധം ഹറാമായ ഭാഗത്തിൽ അവളെ അമ്മിനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മിനെ അളാപ്പ മുത്താപ്പക്ക് ഇവളെ വിവാഹം ചെയ്യാൻ പാടില്ല. എന്നാൽ ഔറത്ത് വെളിവാക്കുന്നിടത്ത് ഈ അവയവങ്ങളൊക്കെ ഇവർക്കും എളാപ്പ മുത്താപ്പാക്ക് കാണാലോ. എന്നിട്ടും എന്റെ എളാപ്പാനെ മുത്താപ്പാനെ പറയാഞ്ഞു. അതേപോലെ വൽ ഖാലു അമ്മാവൻ ഇവളെ വിവാഹം ചെയ്യാൻ പാടില്ല. ഈ അവയവങ്ങളൊക്കെ ഇവളിൽ നിന്ന് അമ്മാവനെ കാണുകയും ചെയ്യാം. എന്നിട്ടും എന്റെ പറയാഞ്ഞു. ഇവർക്ക് ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു വലം യുദ്കരില്ല അമ്മൂ. ഇവിടെ എളാപ്പ മുത്താപ്പമാരെ ഈ ആയത്തിൽ പറഞ്ഞിട്ടില്ല. വലൽ ഖാലു അമ്മാവന്മാരെയും പറഞ്ഞിട്ടില്ല. ലിഅന്നഹുമാ അവള് ഈ രണ്ടാളുകളും ഇവളെ ചൊർക്ക് അവരുടെ മക്കൾക്ക് പോയി പറഞ്ഞു കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്താ പറഞ്ഞത്? മനസ്സിലായില്ല. അമ്മാവന്റെ മകന് ഇവളെ വിവാഹം ചെയ്യാവുന്ന പരിധിയിലാണല്ലോ. വിവാഹം ചെയ്താലും വിവാഹം ചെയ്തില്ലെങ്കിലും ഇവളിൽ അവർ ഫാഹിഷത്ത് ഉദ്ദേശിക്കാൻ സാധ്യതയുണ്ടല്ലോ. അമ്മായിന്റെ കുട്ടി ഇങ്ങനെ ചൊറുക്കുണ്ടെന്ന് അമ്മാവൻ ഏതായാലും എന്റെ പെങ്ങൾക്കൊരു മകളുണ്ട്, നല്ല ചൊറുക്കുണ്ട് എന്ന് അമ്മാവൻ കുട്ടികൾക്കൊക്കെ പറയാൻ സാധ്യതയുണ്ട്. ആ കുട്ടികൾക്ക് ഇവളിൽ ഫാഹിഷത്ത് ഉദ്ദേശിക്കാം. ലോകത്തിരച്ചിക്കട്ടെ. അപ്പൊ ചിന്തിക്കണം. ഇതിനൊരു കാര്യം മനസ്സിലാക്കാം. പിതൃവ്യന്മാരോ അമ്മാവന്മാരോ അവരുടെ മക്കൾക്ക് വിവാഹം ഹറാമായ പെണ്ണുങ്ങളെ കുറിച്ച്, അവരുടെ മക്കൾക്ക് വിവാഹം അനുവദനീയമായ പെണ്ണുങ്ങളെ കുറിച്ച് അവരുടെ മക്കളുടെ മുന്നിൽ വർണ്ണിക്കാൻ പാടില്ലാത്തതാണ്. ചിന്തിക്കുക. പറഞ്ഞത് എന്താ ഈ പറയുന്നത്? ഇനി എന്താ ഇതപ്പം പറയുന്നത്? വലം യുദ്കരില്ലമ്മോ എറാപ്പ മൂത്താപ്പേ ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ വിവാഹം ചെയ്യൽ ഹറാമായിട്ട് പറഞ്ഞിട്ടുമുണ്ടല്ലോ. ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. വലൽ ഖാലു അമ്മാവനെയും പറഞ്ഞിട്ടില്ലല്ലോ. ലിഅന്നഹുമാ ഈ രണ്ടാളുകളും വർണ്ണിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ടല്ലോ. ലിഅബ്നാഇഹിമാ അവരെ മക്കൾക്കൊക്കെ വർണ്ണിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്നാലും അമ്മാവനെ മറ്റവർക്ക് കാണാം. പക്ഷേ അവരതിനെന്ത് ഒഴിവാക്കി അമ്മാവനും അളാപ്പയൊക്കെ കണ്ടുപോയിട്ട് വീട്ടിലിരുന്ന് ഇങ്ങനെ നല്ല കൊലായിലിരുന്ന് പറയും. ഇത് പ്രായപൂർത്തിയായ ആൺകുട്ടികൾ അത് കേൾക്കും, പിന്നെ അത് പ്രശ്നമാവും. അത് തന്നെയാണ്. അവർക്കാകട്ടെ എങ്ങോട്ട് കയറി ചെല്ലാൻ ലൈസൻസ് ഉണ്ടാവും, അത് പ്രശ്നമാവും. തന്നെയാണ്. എന്താ നീ പറയാൻ? ഇത് അള്ളാന്റെ കലാമാണ്. ഇത് അള്ളാന്റെ കലാമാ. വിവാഹബന്ധം ഹറാമാക്കിയെടുത്ത് അമ്മാവനെയും എളാപ്പ മുത്താപ്പാനെയും പറഞ്ഞിരിക്കുന്നു. ഇവിടെ അവർക്ക് അവകാശം ഉണ്ടായിട്ട് കൂടി അവർ പറഞ്ഞില്ല. എന്തുകൊണ്ട്? അവര് വഴി ഹറാമു ഫാഹിഷത്ത് പരക്കുമോ എന്ന് ഖുർആൻ ഭയപ്പെടുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ എത്ര ഗൗരവമുള്ള വിഷയമാണ് ഈ പെണ്ണിന്റെ ഔറത്തിന്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ദീൻ കാണിക്കുന്നത്. ചിന്തിക്കുക.
ഔ നിസാഇന്ന. ശ്രദ്ധിക്കണേ ഔ നിസാഇന്ന, അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾക്ക് പ്രത്യക്ഷപ്പെടാം. ഔ നിസാഇന്ന, ഔ നിസാഇൽ മുസ്ലിമാത്തിനല്ല, മുസ്ലിം പെണ്ണുങ്ങൾ മുന്നിൽ എന്നല്ല, എല്ലാ മുസ്ലിം പെണ്ണുങ്ങളും നല്ലോരല്ല. ഔ നിസാഇന്ന, അവരെ പോലെ ധർമ്മബോധമുള്ള പെണ്ണുങ്ങൾക്ക് മുന്നിൽ. ഔ നിസാഇൽ മുസ്ലിമാത്തിനല്ല പറഞ്ഞത്. മുസ്ലിം പെണ്ണുങ്ങളെ മുന്നിൽ കൂടി അങ്ങനെ അയച്ചിട്ട് നടക്കാൻ പാടില്ല. മുസ്ലിം പെണ്ണുങ്ങളെ മുന്നിൽ കൂട്ടത്തിൽ ഫാസിഖത്തുണ്ടാവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മനസ്സിലായില്ല നിങ്ങൾക്ക്? അവൻ നിസാഇൽ മുസ്ലിമാത്തി എന്ന് പറയാനോ അത് പറഞ്ഞില്ലല്ലോ. അതല്ല പറഞ്ഞത്. ഔ നിസാഇന്ന, അവരെ പോലത്തെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ മുന്നിലും പ്രത്യക്ഷമാകാവുന്നതാണ്. അവരെ പോലത്തെ പെണ്ണുങ്ങളെ മുന്നിലും പ്രത്യക്ഷമാകാം. ഈ അവയവങ്ങളൊക്കെ തുറന്നു കാണിക്കാം. അവരെ പോലത്തെ പെണ്ണുങ്ങൾ, ധർമ്മബോധമുള്ള പെണ്ണുങ്ങൾ. ചിന്തിക്കണം. ധർമ്മബോധമുള്ള അള്ളാനെ പേടിക്കുന്ന പെണ്ണുങ്ങളെ പറ്റിയാണ് പറയുന്നത്. അഹ്ലുൽ ദിമ്മത്തിനെ ഈ കൂട്ടത്തിൽ പെടുത്തുകയില്ല. അഥവാ സമ്പർക്കം പുലർത്തുന്നതായ അന്യ ആളുകളെ ഈ കൂട്ടത്തിൽ പെടുത്തുകയില്ല എന്ന് പ്രധാന അഭിപ്രായം ഹാഫിദ് ഇബ്നു കസീർ തങ്ങൾ പറയുന്നു. عن حارث بن قيس قال إن عمر بن الخطاب رضي الله عنه كتب إلى أبي عبيدة. ശരിക്കണേ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഷാമിൽ ഗവർണറായപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കത്തയച്ചു. അമ്മാ ബഅദു അന്ന നിസാഅൻ മിനൽ മുസ്ലിമീന, നിസാഅൽ മുസ്ലിമീന, മുസ്ലിം പെണ്ണുങ്ങളുടെ പെണ്ണുങ്ങൾ യദ്ഖുൽനൽ ഹമ്മാമാതി മഅ നിസാഇ അഹ്ലി ശിർകി, ശിർക്കിന്റെ ആളുകളോടുകൂടി കുളിക്കാൻ പോകുന്നുണ്ട് ഷാമിൽ എന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. ഫഇന്നഹു വലാ യഹല്ലു ലിംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കുന്ന വിഷയമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷാമിലെ ഗവർണറാക്കി മഹാനായ അബൂ ഉബൈദയെ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അബൂ ഉബൈദയിലേക്ക് കത്തയച്ചു റളിയല്ലാഹു അൻഹു. എന്താ പറഞ്ഞത്? ഫലാ യഹല്ലു ലിംറഅത്തിൻ, ഞാൻ കേൾക്കുന്നുണ്ട് ശിർക്കിന്റെ പെണ്ണുങ്ങളോടുകൂടെ നമ്മളെ പെണ്ണുങ്ങൾ കുളിക്കാൻ പോകുന്നുണ്ട് എന്ന് ഞാൻ കേൾക്കുന്നു. ഷാമിൽ അങ്ങനെ നടപടി ഉണ്ട് അത്രേ, അത് ഞാൻ കേൾക്കുന്നുണ്ട്. എങ്കിലും ഫലാ യഹല്ലു ലിംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി അൻ യൻദുറ ഇലാ ഔറാത്തിഹാ ഇല്ലാ അഹ്ല മില്ലത്തിഹാ. അവളെ പോലെയുള്ള മതബോധമുള്ള ആളുകൾക്കല്ലാതെ അവളെ ഔറത്ത് കാണാൻ പാടില്ലാത്തതാണ്. ഇത് ഷാമിൽ വിളംബരം ചെയ്യണമെന്ന് കതബ ഉമറു ഇലാ അബീ ഉബൈദ, മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കത്തയച്ചു ഉമർ ബിൻ ഖത്താബ്. ഇവിടെ നമ്മൾ എന്തായി കാരണം പറയുന്നത്? എന്താ അല്ലാത്തവരെ പുറത്താക്കല്ല, അന്യമതസ്ഥരെ പുറത്താക്കല്ല. ഇതിൽ നമ്മളെ കൂട്ടത്തിലെ ആളുകളും പെടും. ഇല്ലേ അന്നൗന, അത്തരം പെണ്ണുങ്ങളെ ഈ പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇവളെ സൗന്ദര്യം അവരുടെ ഭർത്താക്കന്മാർക്ക് വർണ്ണിച്ചു കൊടുക്കും. ഞാൻ ഇന്നൊരു പെണ്ണുണ്ട്, ഭംഗിയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും. ഹറാമുൻ, അത് ഹറാമാണ് അവർക്ക് അറിയുകയില്ലല്ലോ, അത് അവർ വർണ്ണിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ടല്ലോ എന്ന നിലക്കാണ് അപരാധിൽ നിന്ന് ഒഴിവാക്കിയത് എന്ന് ഉമർ ബിൻ ഖത്താബ്. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ചിന്തിക്കണം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഔ നിസാഇഹിന്ന, ഔ നിസാഇഹിന്ന, അല്ലെങ്കിൽ അവരെ പോലത്തെ പെണ്ണുങ്ങൾ. ചിന്തിക്കണം, അത്ര കർശനമാണ്. കുറച്ചും കൂടി വിഷയമുണ്ട്, പിന്നീട് പറയാം. ഒന്നും കൂടി ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. ഹിജാബിന്റെ പ്രാധാന്യം ചിന്തിക്കുക. ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം രേഖപ്പെടുത്തിയ ഹദീസ് അൻ ആയിഷ റളിയല്ലാഹു അൻഹാ, ഉമ്മുൽ മുഅ്മിനീങ്ങളായ ആയിഷ ബിബി അടക്കമുള്ള ആളുകൾ ഹിജാബിനെ സൂക്ഷിച്ചതിന്റെ പരിധി നമുക്ക് മനസ്സിലാക്കാം. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ, ശ്രദ്ധിക്കണം. ഖാലത്ത്, ആയിഷ ബിബി പറയാണ്, കുന്തു അദ്ഖുലുൽ ബൈത അല്ലദീ ദുഫിന ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ മറവ് ചെയ്ത ആ റൂമിൽ ആ വീട്ടിലേക്ക് ഞാൻ പോകാറുണ്ടായിരുന്നു. അബി, എന്റെ വാപ്പാനെ മറവ് ചെയ്ത റൂമിലേക്ക് ഞാൻ പോകാറുണ്ട്. വേണ്ടത്ര നിന്റെ വസ്ത്രങ്ങൾക്ക് എത്താതെ ഞാൻ പോകാറുണ്ടായിരുന്നു. ആര് പറയാണ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ശ്രദ്ധിക്കണം, നല്ലോണം ചിന്തിക്കണം. ആയിഷ ബീവി പറയാൻ ശ്രദ്ധിക്കണം. ഹിജാബിന്റെ പരിധി ഈമാനുള്ളവർക്ക് ഇന്ന് മനസ്സിലാക്കും. ഹിജാബിന്റെ ഗൗരവം എത്ര വിഷയാണ് പെണ്ണുങ്ങളെ, സഹോദരിമാരെ. ഇതാണുങ്ങളും ചിന്തിക്കണം. ആണുങ്ങൾ അർരിജാലു ഖവ്വാമൂന
യുസൈطിറൂന അലന്നിസാ. പെണ്ണിന്റെ മേൽ അധികാരമുള്ളവരല്ലേ, പെണ്ണിനെ നിലക്ക് നിർത്തേണ്ടവരല്ലേ, ആണുങ്ങൾ ഇത് പഠിക്കണം. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. ജനങ്ങളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ നരകത്തെ തൊട്ട് നിങ്ങളെയും നിങ്ങളെ പെണ്ണുങ്ങളെയും കുട്ടികളെയും കാക്കണമേ എന്ന് വിശുദ്ധ ഖുർആൻ. അത് നമ്മുടെ കാര്യമില്ലല്ലോ, ഒരു പെണ്ണിന്റെ കാര്യമില്ലെന്ന് വിചാരിക്കരുത്. ആദ്യം പിടിക്കൽ ആണിനെയാണ്. ഞാൻ നാളെ പറയാം, അന്ന് നേരം അല്ലെങ്കിൽ നാളെ പറയാം. ആദ്യം പിടികൂടുന്നത് ആണിനെ ആയിരിക്കും. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഈ ഹദീസ് കേട്ടോളൂ. ഇതിന്റെ മേലെ എത്രയാണ് മനസ്സിലാക്കാൻ ഈ ഹദീസ് കേട്ടോളൂ. ഇങ്ങോട്ട് നോക്കൂ, എന്റെ മോറ്റേക്കന്നെ നോക്കൂ. പറയുകയാണ്, കുന്തു അദ്ഖുലുൽ ബൈത്തല്ലദീ ദുഫിന ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ മറവ് ചെയ്ത റൂമിൽ ഞാൻ കേറാറുണ്ടായിരുന്നു. അബി, എന്റെ ഉപ്പാനെയും വാദിഅതൻ തൗബി, എന്റെ വസ്ത്രം വേണ്ടതെന്ന് കെട്ടാതെ ഞാൻ പോകാറുണ്ടായിരുന്നു. അഖൂലു, ഞാൻ എന്റെ മനസ്സിൽ പറയാറുണ്ടായിരുന്നു, ഇന്നമാ ഹുവ സൗജി വ അബി, അത് ഒന്നിന്റെ ഭർത്താവാണല്ലോ, ഒന്നിന്റെ ഉപ്പയാണല്ലോ എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു, മനസ്സിൽ പറയാറുണ്ടായിരുന്നു. എന്നാൽ ഫലമ്മാ ദുഫിന ഉമറു റളിയല്ലാഹു അൻഹു, ഇതേ വീട്ടിൽ ഇതേ റൂമിൽ തന്നെ പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്യപ്പെട്ടു. ഇനി ബുദ്ധിയുള്ള മനുഷ്യന്മാരെ, ഹിജാബിന്റെ വില മനസ്സിലാക്കി, ഹിജാബിന്റെ വില മനസ്സിലാക്കി. ഈ അസർ ഇമാം ഹാക്കിം തസ്ഹീഹ് ചെയ്തിട്ടുണ്ട്. അതിപ്രധാനമാണ്, അതിപ്രധാനപ്പെട്ട വിഷയമാണ് ഈ പറയുന്നത്. فلما دفن عمر അതേ റൂമിൽ ഉമർ ബിൻ ഖത്താബ് കേട്ടോ, അത്രയൊന്നും പോരാ. فلما دفن عمر ബിൻ ഖത്താബ് റളിയല്ലാഹു അതേ റൂമിൽ മറവ് ചെയ്യപ്പെട്ടപ്പോഴോ, വല്ലാഹി വല്ലാഹി മാ ദഖൽതുഹു ഇല്ലാ മസ്ദൂദതൻ അലാ തൗബി ഹയാഅൻ മിൻ ഉമർ. എന്താ ശൈനോ മനസ്സിലാക്കാം. ഒന്ന് നോക്ക്, വല്ലാഹി മാ ദഖൽതുഹു, പിന്നെ ആ റൂമിൽ ഞാൻ കയറി ചെന്നിട്ടില്ല, ഇല്ലാ മസ്ദൂദതൻ അലാ തൗബി, എന്റെ വസ്ത്രം പരമാവധി കൂട്ടിക്കെട്ടിയിട്ടല്ലാതെ ചെന്നിട്ടില്ല. ഹയാഅൻ മിൻ ഉമർ, ഉമർ ഇബ്നുൽ ഖത്താബിനോടുള്ള ലജ്ജ കാരണം. രണ്ടാശയം മനസ്സിലാക്കാം. ഒന്ന് മരിച്ചുപോയ ഉമർ ഇബ്നുൽ ഖത്താബ് കയറി വരുന്ന പെണ്ണിനെ കാണുമെന്ന ബോധം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബിവിക്കുണ്ടായിരുന്നു. തലച്ചോറിൽ വെള്ളം പറ്റാത്തവർക്ക് മനസ്സിലാക്കാം. തലച്ചോറ് ഓഫീസ് പണം വെച്ചവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവർ പിന്നെ അങ്ങനെയാണ് മനസ്സിലാവും. തലച്ചോറിൽ വെള്ളം ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാം. കാരണം പറഞ്ഞു ഹയാഅൻ മിൻ ഉമർ. ഇനി കാരണം നമ്മളെ വകയിട്ട് ഉണ്ടാക്കാൻ ദുർബലല്ല. ഹയാഅൻ മിൻ ഉമർ, ഹയാഅൻ മിൻ ഉമർ. ഉമർ ഇബ്നുൽ ഖത്താബിനെ കാണുമോ എന്നുള്ള ഒരു ലജ്ജ കാരണം. അപ്പോൾ മരിച്ചുപോയ ഉമർ റളിയല്ലാഹു അൻഹു കയറി വരുന്ന ആയിഷ ബീവിയെ കാണുമെന്നുള്ള ഭയമുണ്ടായിരുന്നു. ആർക്ക്? ആയിഷ ബീവിക്ക് റളിയല്ലാഹു അൻഹാ. നമ്പർ 1, മരിച്ചു എന്ന് കരുതി പോലും ഹിജാബ് മണ്ണിന്റെ അടിയിൽ പോയി എന്നതിനെ പോലും ഹിജാബ് ഒഴിവാക്കിയിട്ടില്ല. അത് ഖബറല്ലേ എന്ന് വിചാരിച്ചിട്ടില്ല. ആര്? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ഈ കുടുംബത്തിൽ നിന്നാണല്ലോ ദീൻ പഠിക്കേണ്ടത്. ഇതല്ലേ ദീൻ പഠിക്കുന്ന കുടുംബം, പഠിപ്പിച്ച കുടുംബം.